അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ലൗലാ ഉൻസില അലൈഹി ആയാതും മിർ റബ്ബി ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറും മുബീൻ. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ. ഖുൽ കഫാ ബില്ലാഹി ബൈനി വബൈനകും ഷഹീദാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് വല്ലദീന ആമനൂ ബിൽ ബാത്തിലി വകഫറൂ ബില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തിലൂൻ. തൊട്ടു മുമ്പുള്ള വിഷയം അതാണ്. നിങ്ങൾ ഈ ഖുർആന് വകദാലിക അൻസൽനാ ഇലൈക്കൽ കിതാബ ഫല്ലദീന ആതൈനാഹുമുൽ കിതാബ യുഅ്മിനൂന ബി, മുമ്പുള്ളവർക്ക് ഇറക്കിക്കൊടുത്ത പോലെ തന്നെയാണ് താങ്കൾക്കും ഈ കിതാബ് ഇറക്കി തന്നത്. ഫല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ടുള്ളവർ, നൽകിയിട്ടുള്ളവർ, യുഅ്മിനൂന ബിഹി, ഇതിലെ വിശ്വസിക്കുന്നു. വമിൻ ഹാഉലാഇ മൻ യുഅ്മിനു ബിഹി, ആ കൂട്ടത്തിൽ ഈ ഖുർആനിനെയും വിശ്വസിക്കുന്നവരുണ്ട്. വമാ യജ്ഹദു ബി ആയാതിന ഇല്ലൽ കാഫിറൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധികളല്ലാതെ, ധിക്കാരികളല്ലാതെ നിഷേധിച്ച് കളയുകയില്ല. ഇത് അഹ്ലുൽ കിതാബികൾക്ക് വേദഗ്രന്ഥത്തെപ്പറ്റി പരിചയമുണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങളെപ്പറ്റി നല്ല പരിചയമുണ്ടായതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിലും വിശ്വസിക്കും. അതിനെ നിഷേധിക്കുന്നവരോ അതിനെ ദുർവ്യാഖ്യാനിച്ചവരോ ഖുർആനിനെയും സംശയിക്കും. അപ്പം നല്ല മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും നല്ലത് അംഗീകരിക്കും. എന്നാലോ അവരവരുടെ മതത്തിൻ്റെ വിശ്വാസങ്ങളെപ്പോലും അംഗീകരിക്കാതെയോ അവഗണിക്കുകയോ ചെയ്യുന്നവർ എല്ലാ മതക്കാരെയും എല്ലാ മതവിശ്വാസികളെയും മതതത്വങ്ങളെയും ധിക്കരിക്കുകയും ചെയ്യും. അവർക്ക് നല്ല തെളിവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുന്ന ഖുർആന് തെറ്റല്ല, അതൊരു സ്വന്തം കെട്ടിച്ചമച്ചതല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവെന്താണ്? വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി, ഇതിൻ്റെ മുമ്പ് നീ ഓതുന്നവനായിരുന്നില്ല, ഓതിയിരുന്നില്ല. തലായത്തിലു എന്ന് പറഞ്ഞാൽ തിലാവത്ത്, ഓത്താണ്. നീ പണ്ടൊരു വേദഗ്രന്ഥം ഓതി പഠിച്ചിട്ടില്ലല്ലോ 40 വയസ്സ് വരെ. മിൻ കിതാബിൻ, ഒരു കിതാബും നീ ഓതിയിട്ടില്ല. തൗറാത്ത് ഓതിയിട്ടില്ല, ഇൻജീലും ഓതിയിട്ടില്ല. അതൊക്കെ അവിടെ മദീനത്തുണ്ട്. എന്നിട്ടും നീ അത് ഓതി പഠിച്ചിട്ടില്ല. ഇനി വേറൊരു കിതാബും ഓതി പഠിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, നിൻ്റെ കൈ കൊണ്ട് നീ അതിനെ എഴുതിയിട്ടുമില്ല. വലത്തെ കൈ കൊണ്ട് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതൊരു വലത്തെ കൈ കൊണ്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കൈ എഴുതൽ വലത്തെ കൈ ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിൻ്റെ യമീന് കൊണ്ട് നീ അത് എഴുതിയിട്ടുമില്ല, നീ ഓതിയിട്ടുമില്ല. അപ്പോൾ ഓത്തറിയാത്ത
എഴുത്തറിയാത്ത ആളാണ് താങ്കൾ. ഒമാ തദ്രി മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, എന്താണ് വേദഗ്രന്ഥമെന്നോ എന്താണ് വിശ്വാസം എന്നൊന്നും നബിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതിൻ്റെ മുമ്പ്. അങ്ങനെയാണല്ലോ ജനിച്ചു വളർന്നത്. ഒരു വേദത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ആള് ആണ് താങ്കൾ. അപ്പം താങ്കൾ ഇതിൻ്റെ മുമ്പ് എഴുതുകയോ ഓതുകയോ ചെയ്യാത്ത താങ്കൾ ഇത്രയും കൃത്യമായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേദഗ്രന്ഥത്തെ പറ്റി പരിചയമുള്ളവർക്കൊക്കെ ഉറപ്പാണ് ഇത് വഹയ്യന്നാണ്, ഇത് മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതല്ല. അതാണ് ഇതൻ അങ്ങനെയായിരുന്നുവെങ്കിൽ, അതായത് താങ്കൾ അതിൻ്റെ മുമ്പ് ഓതുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നുവെങ്കിൽ, ഇതൻ അപ്പോൾ എപ്പോൾ നിങ്ങൾ 40 വയസ്സ് വരെ ഓത്തും എഴുത്തും പാട്ടുമൊക്കെ അറിയേണ്ട ആളാണെങ്കിൽ ലർത്താബൽ മുബ്തിലൂൻ, ബാത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, ആ ബാത്തിലായ തെറ്റായ കാര്യങ്ങൾ പറയുന്ന ആളുകൾ സംശയിക്കുമായിരുന്നു. അത് പണ്ട് തന്നെ മൂപ്പര് നല്ല വിവരമുള്ള ആളാണ്, പണ്ട് തന്നെ നല്ല വേദഗ്രന്ഥമൊക്കെ പഠിച്ച ആളാണ്. ഇനിയിപ്പോൾ മൂപ്പരെ ഭാഗം ഒരു വേദഗ്രന്ഥം പറയുന്നതിന് മൂപ്പർക്ക് എന്താ പണി, നല്ല പഠിച്ച് എഴുതി ഉണ്ടാക്കിയ ആളല്ലേ എന്ന് പറയാമായിരുന്നു. പക്ഷേ പണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സുപ്രഭാതത്തിലാണ് ഹിറാ ഗുഹയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഓതുകയാണ് ഇഖ്റ ബിസ്മി എന്ന ആ തുടങ്ങുന്ന വചനം ഓതി മക്കക്കാരും മദീനക്കാരും ഒക്കെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം. എന്നാൽ ആ വേദഗ്രന്ഥം പോലെയുള്ള ഒരു ആയത്തോ ഒരു 10 ആയത്തോ ഒരു സൂറത്തോ നിങ്ങൾ ഓതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആയിട്ട് കഴിയണമില്ല. അപ്പോൾ മുഹമ്മദ് നബിയെ നിഷേധിക്കാനോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംശയിക്കാനോ, ഇർത്താബ എന്ന് പറഞ്ഞാൽ സംശയിച്ചു എന്ന്, ലാ റൈബ ഫീഹി എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. റാബ എന്ന് പറഞ്ഞാൽ സംശയിച്ചു, ഇർത്താബ സ്വയം സംശയിച്ചു. അതിൽ നിന്നാണ് റൈബ് സംശയം, മുർത്താബ് സംശയിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൻ ലർത്താബൽ മുബ്തിലൂൻ, ബാത്തിൽ ചെയ്യുന്നവർ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ അങ്ങനെയാണെങ്കിൽ സംശയിക്കുമായിരുന്നു. പക്ഷേ സംശയിക്കാൻ ഇവിടെ ഒരു ഇടയില്ല. ബൽ തന്നെയുമല്ല, ഹുവ ആയാത്തും ബയ്യിനാത്തുൻ, ഇത് ഹുവ എന്ന് പറഞ്ഞാൽ അത് അതായത് ആ ഖുർആൻ, ആയാത്തുൻ ബയ്യിനാത്തുൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്, ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ അറിവ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അറിവുള്ള ആളുകൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി പറയുന്ന വാക്കുകളല്ല. ഇങ്ങനെ പറയാൻ പണ്ട് മൂപ്പരോടൊന്നും പഠിച്ചിട്ടില്ല, മൂപ്പർക്കതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതാ പേന മൂപ്പർക്ക് അറിയില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് എവിടുന്ന മുഹമ്മദ് നബിൻ്റെ മുമ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് രക്തപിണ്ഡത്തിൽ നിന്നാണ് എന്ന് മുഹമ്മദ് നബിക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പണ്ടാരും കേട്ടിട്ടുമില്ല. പിന്നെ ഇഖ്റ റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേനയും അതുകൊണ്ട് എഴുതി പഠിച്ച ഒരു പരിചയം ലഭിക്കില്ല. അങ്ങനെയാണെങ്കിലല്ലേ സംശയിക്കുക. അപ്പോൾ അറിവുള്ള ആളുകൾക്ക് ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ടവർ, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി, ഊത്തു നൽകപ്പെട്ടു, അൽ ഇൽമ് അള്ളാഹുവിനാൽ അള്ളാഹുവിങ്കൽ നിന്ന് അറിവ് നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ. അറിവ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന അറിവ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും കാര്യത്തെപ്പറ്റി കുറേ അറിഞ്ഞതുകൊണ്ടല്ല, ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അറിവ് നൽകപ്പെട്ട മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ഈ ഖുർആനിലുള്ളത് ആയാത്തും ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിൻ്റെ നിയമ നടപടികളാണ് എന്ന് അവർക്കതറിയാം. ഒമാ യജ്ഹദു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല. ജഹദ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, ജാഹിദ് നിഷേധി, നിഷേധിക്കാണ് ജുഹൂദ് നിഷേധം. ഒമാ യജ്ഹദു നിഷേധിക്കുകയില്ല ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല ഇല്ലല്ലാലിമൂൻ, ലാലിമീങ്ങളല്ലാതെ, അക്രമികളല്ലാതെ. അതായത് ശരിയായ കാര്യങ്ങൾ
ശരിയായിടത്ത് വെക്കേണ്ടയിടത്ത് വെക്കാത്തവരാണ് ലാലിമീങ്ങൾ എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട, ലാലിമ് പറഞ്ഞവരെ തല്ലുമുടി ഉണ്ടാക്കുന്ന ആൾ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭേദ്യം കാണിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ വലൗ ഷൈഇ ഫീ ഗൈരി മൗളിഇഹി എന്നാണ്. ഒരു വസ്തുവിനെ അത് വെക്കേണ്ടതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനാണ് ളുൽമ് എന്ന് പറയാം. ഇന്ന ശിർക ലളുൽമുൻ അലീം. ഷിർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു അക്രമമാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. ഷിർക്ക് ചെയ്യുക, ഒരാൾ ഷിർക്ക് ചെയ്തു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരെയും ഉപദ്രവിക്കണില്ലല്ലോ, ആരെയും വേദനിപ്പിക്കുകയും വെട്ടിക്കുത്തി പരിക്കേൽപ്പിക്കുന്നില്ലല്ലോ. ഷിർക്ക് അവൻ്റെ വക ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ളുൽമാണ് എന്നാണ്. കാരണം അത് വലൗ ഷൈഇ, ഒരു വസ്തുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവിങ്കൽ നിന്ന് ഉപകാരവും നഫ്ഉം ലറും, ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുക, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അത് തേടുക, അത് ചോദിക്കുക, ഇതൊക്കെ ളുൽമാണ്, വലിയ ളുൽമ അതാണ്. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യേണ്ടതല്ലാത്ത ഒരു കാര്യം, മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ലെങ്കിൽ അത് ളുൽമാണ്, ചെയ്യേണ്ട മാതിരിയല്ല അത് ചെയ്യുന്നത്. അതുപോലെ മുതിർന്നവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മുതിർന്നവരെ നമ്മൾ ആദരിക്കുന്നില്ലെങ്കിൽ അത് ളുൽമാണ്. ഞാൻ ആരെയൊന്നും കാട്ടണില്ലല്ലോ എന്നല്ല. അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിര് കാണിക്കരുത്. ഞാൻ ആർക്കും ഒരു ളുൽമും ചെയ്യണില്ല, ഞാൻ എൻ്റെ വഴിക്ക് ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കലാണ് വലൗ ഷൈഇ, ഒരു വസ്തുവിനെ അവന് വെക്കുക, അത് കൊണ്ടുപോയി വെക്കുക, ഫീ മൗലിഹി, അതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടയിടത്ത് ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ പറയുക, ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് നല്ല കാര്യം. നേരെ മറിച്ച് അത് ചെയ്യാതിരിക്കുമ്പോൾ അത് ളുൽമാണ്. അപ്പോൾ വലിയ ളുൽമ് ശിർക്കാണ്. അതിൻ്റെ താഴെയുള്ള മഅസിയത്തുകളൊക്കെ ളുൽമ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ളുൽമ് ചെയ്യുന്നവരല്ലാതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയില്ല. ഇനി വഖാലൂ ലൗലാ ഉൻസില അലൈഹി ആയാതും മിർ റബ്ബി, എല്ലാ കാലത്തും അമ്പിയാക്കന്മാരോട് അവരുടെ സമൂഹം, നിഷേധികളായ സമൂഹം പറഞ്ഞതാണ്. വഖാലൂ, അവർ പറഞ്ഞു, ലൗലാ ഉൻസില, ഇറക്കപ്പെടാത്തത് എന്താണ്, ലൗ ലാ, ഇല്ലാതിരുന്നത് എന്താണ്, ഉൻസില അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല, ആയാത്തും മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് ഇറക്കപ്പെട്ടില്ല എന്ന് അവർ ചോദിക്കുന്നു. ലൗലാ ഉൻസില അലൈഹി ആയാത്തും മിർ റബ്ബിഹി, അതായത് അവരെപ്പോഴും ഞങ്ങൾക്ക് ഇന്നത് അരിനല്ലാഹ ജഹ്റ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കണ്ട് കാണിച്ചുകൊണ്ടോ, അതുപോലെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഒരു കഷ്ണം താഴോട്ട് വീഴുന്നത് ഞങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ നീ മുകളിലേക്ക് പൊന്തിപ്പോയിട്ട് ഒരു കിതാബുമായിട്ട് നീ കൊണ്ട് ഇറങ്ങി വരുന്നത് ഞങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ നിനക്ക് പെട്ടെന്നൊരു തോട്ടം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സ്വർണ്ണക്കൊട്ടാരം ഉണ്ടാവട്ടെ. അങ്ങനെ നബിയോട് അവർ പല കാര്യങ്ങളും ഒരു ദൃഷ്ടാന്തം, അതായത് അത്ഭുത കാര്യങ്ങൾ ചോദിച്ചിരുന്നു. സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ സാലിഹ് നബിയോട് അവർ ആയത്ത് ചോദിച്ചപ്പോൾ അള്ളാഹു തആല ഒരു ഒട്ടകത്തെ അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓരോ നബിമാർക്കും ഓരോരോ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് വടി കൊടുത്തു, അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അതുപോലെ പ്രകാശിക്കുന്ന കൈ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മറ്റൊരുപാട് ദൃഷ്ടാന്തങ്ങൾ മൂസാ നബിക്ക് അള്ളാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്തുകൊണ്ട് ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ലൗലാ ഉൻസില അലൈഹി ആയാത്തും മിർ റബ്ബിഹി, അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിങ്കൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് ഇറക്കുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. സൂറത്തു ഇസ്രായിൻ്റെ അവസാനത്തിൽ കാണാം, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ, ഈ ഭൂമിയിൽ ഒരു യാമ്പു, ഒരു നദി നീ കൊണ്ട് പൊട്ടി ഒഴുകി കാണിച്ചു തരണം.
അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചു. അപ്പോൾ അതിന് അള്ളാഹ് മറുപടി പറയാ, ഖുൽ പറയുക, ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ആയത്ത് കാണിച്ചു കൊടുക്കാൻ അള്ളാഹ് കഴിവ് കൊടുത്തിട്ടില്ല. അവരിങ്ങോട്ട് ആയത്ത് കൊടുക്കുമ്പോൾ എന്താ പിടിച്ചോളി എന്നും പറഞ്ഞ് അത്ഭുത കൃത്യ മാജിക്കുകൾ നബിക്ക് അള്ളാഹ് കൊടുത്തിട്ടില്ല കഴിവ്. ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്, തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. സൂറത്ത് ഇസ്രായിൻ്റെ അവസാനം നബി പറയുന്നത്, ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ആളുകളെ ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു മനുഷ്യനല്ലേ, എന്നോട് നിങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? എന്താണ് നിനക്ക് അത് ഇറക്കിത്തരാത്തത്, ഇതിറക്കിത്തരാത്തത്, നീ എന്താണ് ഇവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ മാതിരി ഒരു മനുഷ്യനല്ലേ, എനിക്കതിനൊന്നും കഴിയില്ല. ഇവിടെ പറയുന്നത് ഖുൽ ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് ദൃഷ്ടാന്തങ്ങൾ. അത് അള്ളാഹ് ഇറക്കി തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തനിക്ക് മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങൾ നബിയുടെ കൈകളിൽ കൂടി കാണിച്ചു കൊടുത്തപ്പോൾ നബി പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ നബി അറിയുള്ളൂ, അല്ലാതെ എനിക്കതിന് കഴിയുമെന്ന് നബി പറഞ്ഞിട്ടില്ല. അള്ളാഹുവാണ് മുഅ്ജിസത്തുകൾ അപ്പോൾ. അതാണ് നമ്മളെ പിൽക്കാലത്തുണ്ടായ മനുഷ്യന്മാരെ, ദൈവങ്ങളായി മനുഷ്യന്മാരെ അവരോധിക്കുകയും മനുഷ്യന്മാർക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അവർ തന്നെ ഞങ്ങൾ അത്ഭുത സിദ്ധികൾ ഉണ്ടാക്കി തരും എന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്തത് ഈ ആയത്തിനെതിരാണ്. അത് ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പരലോകത്ത് ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും, ഞങ്ങളിൽ വിശ്വസിച്ചാൽ ഇതൊക്കെ മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ അത്ഭുത കൃത്യങ്ങളുമായി വരാറുണ്ടല്ലോ മതത്തിൻ്റെ പേരിൽ. നബി പറഞ്ഞത് എന്താ? ഇന്നമൽ ആയാത്തു ഇൻദല്ലാഹ്, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വ ഇന്നമാ അന നദീറുൻ മുബീൻ, വ ഇന്നമാ അന, തീർച്ചയായും ഞാൻ, നദീറുൻ, ഒരു താക്കീതുകാരൻ മാത്രമാണ്, മുബീൻ, വ്യക്തമായി കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി കാണിച്ചു തരുന്ന ഒരു താക്കീത് ചെയ്യൽ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത എനിക്കില്ല. നിങ്ങൾക്ക് അത്ഭുത കൃത്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കേണ്ട കാര്യത്തിനും എനിക്ക് കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നദീറുൻ, താക്കി, നമുക്കും അതേ ബാധ്യത ഉള്ളൂ. നമ്മളൊരാളെ ഏതെങ്കിലും തരത്തിൽ കുറേ പണം കൊടുത്ത് ദീനിലേക്ക് വരുത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ നടത്തിയിട്ട്, അങ്ങനെയൊക്കെയാണല്ലോ തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ പറ്റി ഉണ്ടാക്കുന്നത്. ഇസ്ലാം അതിനെതിരാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നല്ലോ. ഒരാളെ നിർബന്ധിച്ച് നീ മുസ്ലിം ആയില്ലെങ്കിൽ ഇന്ന നഷ്ടങ്ങൾ വരാൻ പോകുന്നുണ്ട്, അങ്ങനെ മനുഷ്യന്മാരുടെ നിർബന്ധം പേടിച്ച് അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ നിന്ന് ഉപദ്രവം പേടിച്ചിട്ട് മുസ്ലിമായാൽ ആ ഇസ്ലാമിന് അർത്ഥമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് വേണം. അല്ലെങ്കിൽ ഞാൻ ഇത്ര തരാം, നീ മുസ്ലിമായാൽ എനിക്ക് വീടുണ്ടാക്കി തരാം, എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരാം, എനിക്ക് വേണ്ട ജീവിതമാർഗം, നല്ല തൊഴിൽ തരാം, ഈ മുസ്ലിമായിക്കോ എന്ന് പറഞ്ഞ ഒരാളെ മുസ്ലിമാക്കുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം അങ്ങനെ ഉദ്ദേശിക്കുന്നേ ഇല്ല. പിന്നെന്താ? മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇത്രേ ബാധ്യതയുള്ളൂ. അൻ നദീറും മുബീൻ, വ്യക്തമായി ജനങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം. ഇത് ശരിയല്ല, അള്ളാഹുവിൻ്റെ മാർഗമാണ് ശരി, അതാ നബിമാർക്കും ബാധ്യതയുള്ളൂ. ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. അത് നിങ്ങളെ താക്കീത് നൽകുന്നു തെറ്റ് ചെയ്താൽ എന്നല്ലാതെ അത്ഭുതം കാണിച്ചു തന്നിട്ട് നിങ്ങളെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ അവലം യക്ഫിഹിം, അവർക്ക് മതിയായിട്ടില്ലേ? അവലം യക്ഫിഹിം, കഫാ യക്ഫി എന്ന് പറഞ്ഞാൽ മദീന, കഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു മതി കണക്ക് ചോദിക്കാൻ, കഫാ ബില്ലാഹി വക്കീല, അള്ളാഹു മതി ഭരമേൽപ്പിക്കാൻ, അതാണ് കഫ. അവലം യക്ഫിഹിം, അവർക്ക് മതിയായിട്ടില്ലേ? അതായത് ആയത്തല്ലേ ചോദിച്ചത്, അവർക്ക് ഈ ഖുർആനാകുന്ന ആയത്ത് തന്നെ പോരേന്നാ. ഖുർആൻ തന്നെ പൊടുപ്പം. സാലിഹ് നബിക്ക് ഒട്ടകം കൊടുത്തു, മൂസാ നബിക്ക് അലൈഹി ഇസ്ലാം വടി കൊടുത്തു, അങ്ങനെ ഓരോ നബിമാർക്കും ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തല്ലോ. പക്ഷേ നിങ്ങൾക്ക് ദൃഷ്ടാന്തം അതൊന്നും വേണ്ടല്ലോ, ഈ ഖുർആൻ തന്നെ പോരേന്ന്. അവലം യക്ഫിഹിം, അവർക്ക് മതിയായില്ലേ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തത്തിന്, അവർ ദൃഷ്ടാന്താണല്ലോ ചോദിക്കുന്നത്, ആ ദൃഷ്ടാന്തത്തിന് അവർക്ക് മതിയായില്ലേ? എന്ത്? അന്ന അൻസൽന അലൈക്കൽ കിതാബ, നാം നിനക്ക്
ഈ വേദഗ്രന്ഥം ഇറക്കിത്തന്നിരിക്കുന്നു എന്നത് തന്നെ, അന്നാ അൻസൽന, നാം ഇറക്കിത്തന്നു എന്നത് അവർക്ക് മതിയായിട്ടില്ലേ? അലൈക്ക, താങ്കളുടെ മേൽ, അൽ കിതാബ്, ഈ വേദഗ്രന്ഥം. നിങ്ങൾക്ക് ഒരു വിവരവും പണ്ടില്ലാത്ത, എഴുത്തറിയാത്ത, വായന അറിയാത്ത, ഒരു ഗുരുനാഥന്മാരിൽ നിന്നും ഒന്നും പഠിച്ച് വളരാതെ 40 കൊല്ലം കഴിഞ്ഞ നിങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ ഓതുന്നു. അതിൽ അദൃശ്യകാര്യങ്ങളുണ്ട്, മുൻകാലത്തെ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം യഹൂദുകളും നസാറാക്കളും പഠിച്ച ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. നല്ല താക്കീതുകളുണ്ട്, നല്ല സതുപദേശങ്ങളുണ്ട്, മനുഷ്യജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ ഒരു കിതാബ് നിനക്ക് ഇറക്കി തന്നത് പോരെ അവർക്ക് ദൃഷ്ടാന്തം? അതിലും വലിയൊരു ദൃഷ്ടാന്തം പിന്നെന്താ? ഖുർആനാണ് അള്ളാഹു റസൂലിന് കൊടുത്ത ഏറ്റവും വലിയ ദൃഷ്ടാന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മാ മിനൽ അംബിയാഇ മിൻ നബിയ്യിൻ, ഒരു പ്രവാചകന്മാരും ഉണ്ടായിട്ടില്ല, ഇല്ലാ വഖദ് ഉഅ്തിയ മിനൽ ആയാത്തി, അവർക്കൊക്കെ ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടല്ലാതെ, മാ മിസ്ലുഹു ആമന അലൈഹിൽ ബഷർ, മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പോന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുക്കാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല. പല നബിമാരുടെയും ദൃഷ്ടാന്തം എന്നാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മൂസാ നബിൻ്റെത് നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ നമുക്കറിയാം, അതുപോലെ പല പ്രവാചകന്മാരുടേതും നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദൃഷ്ടാന്തം നമുക്കറിയാം, തീയിൽ നിന്ന് കരിയാതെ എഴുന്നേറ്റ് പോന്നു എന്ന. എന്നാൽ ബാക്കിയുള്ള പല നബിമാരുടെയും ദൃഷ്ടാന്തം നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹ് റസൂൽ പറയുന്നു, മാമിൻ അമിനൽ അംബിയാഇ മിൻ നബിയ്യിൻ ഇല്ലാ ഖദ് ഉഅ്തിയ മിനൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെടാത്ത ഒരു നബിയും ഉണ്ടായിട്ടില്ല. എന്ത് തരം ദൃഷ്ടാന്തം? മാ മിസ്ലുഹു ആമന അലൈഹിൽ ബഷർ, മനുഷ്യന്മാർ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തം നബി പറയാം. എന്നാൽ വഇന്നമാ കാനല്ലദീ ഊതീതുഹു, എനിക്ക് അല്ലാഹു തആല നൽകിയ ദൃഷ്ടാന്തം വഹിയൻ, വഹിയായിരുന്നു. എല്ലാവർക്കും പല ഒട്ടകങ്ങളും വടിയും അതുപോലെ അത്ഭുത കൃത്യങ്ങളും കൊടുത്തപ്പോൾ എനിക്ക് അല്ലാഹ് നൽകിയ ദൃഷ്ടാന്തം ഈ വഹിയാണ്. ഔഹാഹു ഇലയ്യ, എനിക്ക് അതിന് ദൃഷ്ടാന്തം അല്ലാഹു തആല വഹി അറിയിച്ചു തന്നു. അപ്പം എനിക്ക് ഇറക്കി തന്ന വഹി നൽകിയ ഈ ഖുർആനാകുന്ന ഈ ഖുർആനാണ് എൻ്റെ ദൃഷ്ടാന്തം. പിന്നെ ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, അതുകൊണ്ട് ഈ ഖുർആൻ ഉള്ള കാലത്തോളം ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ താബികളുള്ള, പിന്തുടർച്ചക്കാരുള്ളവൻ ഞാനായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. കാരണം നബിമാരുടെ ജീവിതകാലത്ത് ഒട്ടകം, സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതകാലത്ത് ഒട്ടകം ഉണ്ടായി. ആ സമൂഹം മരിച്ചതോടുകൂടി പിന്നെ ഒട്ടകവും ഇല്ലാതെയായി. ആ ഒട്ടകം ഇപ്പം ദൃഷ്ടാന്തമല്ല. ഓരോ സമുദായത്തിനും അല്ലാഹ് കൊടുത്ത മൂസാ നബിയുടെ വടി അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ആ വടി ഇന്ന് ആ വടി ഉണ്ടെങ്കിൽ തന്നെ ആ വടിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇന്ന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ വടി പാമ്പായി മാറണില്ല. അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള നബിമാരുടെ ദൃഷ്ടാന്തങ്ങൾ ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് ദൃഷ്ടാന്തം കണ്ട് ദീനിലേക്ക് വന്നിട്ട് നബിമാരുടെ കാലത്ത് അവർക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് ആളുകൾക്ക് ആ കാലത്തേ ഉള്ളൂ. എന്നാൽ മുഹമ്മദ് നബിയുടെ ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആനാണ്. വൈന്നമാ കാനല്ലദീ ഊതീതുഹു വഹിയൻ, എനിക്ക് നൽകിയ ദൃഷ്ടാന്തം വഹിയാണ്. ഔഹാഹു ഇലയ്യ, അതെനിക്ക് വഹി നൽകപ്പെട്ടു അല്ലാഹു തആല. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, ഞാൻ ഏറ്റവും കൂടുതൽ താബിയുകളുള്ള, പിമ്പറ്റിയവരുള്ള, ജനങ്ങളുള്ള ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നബിയുടെ ഉമ്മത്തുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് നബി പറയുന്നത്. കാരണം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമ്പോൾ ഖുർആൻ ജനങ്ങൾ എല്ലാ കാലത്തും സനുരീഹിം ഫി ആയാത്തിന ഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ ശരീരത്തിലും ഒഫിൽ ആഫാഖി, ചക്രവാളങ്ങളിലും നാം കാണിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഈ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ. അപ്പം കാലം എത്ര പിന്നിടും തോറും ഖുർആനിൻ്റെ സത്യം ജനങ്ങളിങ്ങനെ അംഗീകരിച്ച് കൊണ്ടേയിരിക്കും. അപ്പം ഖുർആനാകുന്ന ആയത്ത് കൊണ്ട് ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവർ വർദ്ധിക്കേ ഉള്ളൂ കാലം കഴിയും തോറും. എന്നാൽ മറ്റുള്ള നബിമാരുടെ ആയത്ത് അവരോടുകൂടി കഴിഞ്ഞു. നബിയുടെ ആയത്ത്
1400 കൊല്ലമായി ഖുർആനിലേക്ക് കൂടുതൽ ജനങ്ങൾ അടുക്കുകയാണല്ലോ. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കൂടുതൽ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ്റെ അനുയായികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആനിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഖുർആനിൽ പറഞ്ഞത് ശരിയാണ് എന്ന് കൂടുതലും ആളുകൾ അംഗീകരിച്ചു വരുന്നുണ്ട് എന്നത് തന്നെ അത്ഭുതമല്ലേ? അതന്നെയാണ് ഖുർആൻ്റെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നുണ്ട്, എന്താണ്, ഞങ്ങൾ നബിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഖിയാമത്ത് നാളിൽ സ്വർഗവാസികളിൽ 4-1 ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പം ആകെ സ്വർഗത്ത് കടക്കുന്നവരിൽ 1/4 നിങ്ങളാവണം, അതായത് ഉമ്മത്ത് മുഹമ്മദ് ആവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉലർന്ന താല്പര്യമുണ്ട്. 1/4 ഞങ്ങളായ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടി ഖിയാമം വരെ മുഹമ്മദ് നബിയുടെ സമുദായമുള്ള അവസാനത്തെ സമൂഹം, എത്രയോ നൂറ്റാണ്ടുകൾ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ സമൂഹങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിൽ വിശ്വാസികൾ എല്ലാവരും കൂടി സ്വർഗത്തിൻ്റെ 1/4, ഞങ്ങൾ മാത്രം 1/4 ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പം നബി ചോദിച്ചു, എന്നായിക്കോട്ടെ, നിങ്ങൾ 3-1 ഇഷ്ടമുണ്ടോ? കുറച്ചും കൂടി ഏറി, ഞങ്ങൾക്ക് 3-1 വിഭാഗം സ്വർഗത്തിലുള്ള 3-1 ഇഷ്ടമുണ്ടോ? ആ 3-1 ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നബി ചോദിച്ചു, എന്നാൽ സ്വർഗത്തിലുള്ള പകുതി ഭാഗം നിങ്ങളാകാൻ ഇഷ്ടമുണ്ടോ? അപ്പം എന്ന് പറഞ്ഞല്ലേ, പകുതി ഞങ്ങളാണെങ്കിൽ അത് വല്ല ഇഷ്ടമാണല്ലോ. നബി പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്നു, മുഹമ്മദ് നബിയുടെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നീല അർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽ പകുതി കൂട്ടരുങ്ങളായിരിക്കും. അപ്പം ഈ അവസാനം വന്ന നബിക്ക് അവസാനമുണ്ടായ ഈ സമൂഹത്തിൽ നിന്നാണ് സ്വർഗവാസികളിൽ മനുഷ്യകുലത്തിൻ്റെ പകുതി ആളുകളും ഉണ്ടാകുക എന്ന് സഹിയായ ഹദീസിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അന അക്സറുൽ അംബിയാഇ തബഅൻ, നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഞാനായിരിക്കും. അത് വേറെയും പരലോകത്തെ ഓരോരോ സംഭവങ്ങൾ നബി വിവരിച്ചു കൊടുത്ത് പറയുന്നുണ്ട്. സവാദുൻ അലീം, ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കൂട്ടം, വലിയ ഒരു സംഘം വരുന്നു. ഇതാരാന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൊരു പ്രതീക്ഷയുണ്ട്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായി ജീവിക്കുന്ന കാലത്തോളം നമുക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ അനുയായികളാവണം. ഖുർആനിനെ നമ്മൾ പഠിച്ച് അംഗീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. എങ്കിൽ നിസ്ഫു അഹ്ലിൽ ജന്ന, 1,00,000 പ്രവാചകന്മാരും അനുയായികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ 1,00,000 പ്രവാചകന്മാരിൽ അവസാനത്തെ ഒരു നബിയുടെ അനുയായികളാണ് സ്വർഗത്തിൻ്റെ പകുതി ആളുകൾ എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ പറയുന്നത് അവലം യക്ഫിഹിം. ഖുർആൻ്റെ ആ മൊയ്ജിസത്ത് പറയാണ്. ഓൽക്ക് എന്തിനാ സാലിഹ് നബിൻ്റെയും മൂസാ നബിൻ്റെയും മൊയ്ജിസത്ത് പോലെ മൊയ്ജിസത്ത് ചോദിക്കുന്നത് എന്തിനാണ്? ഓൽക്ക് ഈ ഖുർആൻ പോലെ അവലം യക്ഫിഹിം, അവർക്ക് മതിയായില്ലയോ? അന്നാ അൻസൽന അലൈക്കൽ കിതാബ, ഈ വേദഗ്രന്ഥം നാം അവരുടെ മേൽ ഇറക്കപ്പെട്ടു എന്നത്, യുത്ലാ അലൈഹിം, അത് അവരുടെ മേൽ ഓതിക്കൊണ്ടിരിക്കപ്പെടുന്നു. നബി ഇങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നെ സഹാബിമാർ ഓതിയിരുന്നു, താബികളും താബിയങ്ങളും ഓതിയിരുന്നു. പിന്നെ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ വലിയൊരു ദൃഷ്ടാന്തം? ഇതുപോലെയുള്ള ഒരു ദൃഷ്ടാന്തം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് ഇന്ന ഫീ ദാലിക ലറഹ്മ, തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു റഹ്മത്തുണ്ട് എന്ന്. അള്ളാഹ് ഖുർആൻ നമുക്ക് നൽകിയത് ഒരു വലിയ റഹ്മത്താണ്, അനുഗ്രഹമാണ് എന്ന്. പക്ഷേ ഈ അനുഗ്രഹത്തിൻ്റെ വില മനുഷ്യന്മാർ, മുസ്ലിങ്ങളായ ആളുകൾ പോലും കാണുന്നില്ല. ഖുർആൻ പഠിക്കാൻ ആളുകൾക്ക് താല്പര്യപ്പെടുന്നില്ല. ഖുർആൻ ഓതാൻ പോലും അറിയില്ല. പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറക്ക് സൂറത്തുൽ ഫാത്തിഹ പോലും കൃത്യമായി ഓതാൻ അറിയാത്ത മക്കളാണ് നമ്മളൊക്കെ വളർത്തിയെടുക്കുന്ന പല മക്കളും എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഖുർആൻ. അതാ ഇന്ന ഫീ ദാലിക ലറഹ്മത്തൻ, തീർച്ചയായും ഇതിൽ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. പിന്നെ വദിക്റ, ഉത്ബോധനവുമുണ്ട്, ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക്. ഖുൽ, പറയുക,
കഫാ ബില്ലാഹി ബൈനി വബൈനക്കും ഷഹീദ, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു മതി. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല, പടച്ചോനാണ് സാക്ഷ്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ഗുണകരമാണ്, ഈ ഖുർആൻ നിങ്ങൾ പഠിക്കണം, അള്ളാഹുവാണ് സാക്ഷ്യം, വേറുള്ള സാക്ഷികളൊന്നും വേണ്ട. കഫാ ബില്ലാഹി ബൈനി വബൈനക്കും ഷഹീദ, എൻ്റെയും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മാത്രം മതി. പിന്നെ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനറിയാം. അള്ളാഹുവാണ് സാക്ഷി, അള്ളാഹു ഒക്കെ അറിയുന്നുണ്ട്. വല്ലദീന ആമനൂ ബിൽ ബാത്തിലി, എന്നാൽ ബാത്തിലിൽ അന്യായമായ കാര്യങ്ങളിൽ വിശ്വസിച്ചവർ, വകഫറൂ ബില്ലാ, അള്ളാഹുവിനെ നിഷേധിക്കുകയും ചെയ്തവർ, ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. അപ്പോൾ നമ്മൾ ന്യായത്തിലാണ് വിശ്വസിക്കേണ്ടത്. ബാത്തിലിൽ വിശ്വസിക്കുന്ന ആളുകൾ നഷ്ടക്കാരാണ്, ഖാസിറാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ. ഖാസിർ, ഖുസ്റാൻ, ഖുർആൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്. ഖുസ്റാൻ നഷ്ടം, ഖുസ്ർ നഷ്ടം, ഖാസിർ നഷ്ടക്കാരൻ, ഖാസിറൂൻ നഷ്ടക്കാർ. അവർക്ക് നഷ്ടക്കാരാണ് ഈ ബാത്തിലിൽ വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ. വയസ്തഅ്ജിലൂനക ബിൽ അദാബ് വലൗലാ അജലും മുസമ്മൻ ലജാഅഹുമുൽ അദാബ് വലയഅ്തിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. വയസ്തഅ്ജിലൂനക, അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ഇസ്തഅ്ജല എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടിയെന്ന, അജലത്ത് ധൃതിന്ന്, ധൃതി അൽ അജലത്തു മിന ശൈത്വാൻ, ധൃതി പിശാച്ചിൽ നിന്നാണ് എന്ന് ഒരു വചനമുണ്ട്, മഹത് വചനം. ധൃതി നമുക്ക് പാടില്ല. അവർ ധൃതി കൂട്ടുന്നു. എന്താണ്? ബിൽ അദാബി, ശിക്ഷയെപ്പറ്റി. ധിക്കാരികളായ ആളുകൾ നബിയെ അവിശ്വസിക്കുക മാത്രമല്ല, അവർ ധൃതി കൂട്ടുകയാണ്. എന്താ? എന്നാ ശിക്ഷ കൊണ്ടോ, ശിക്ഷ കൊണ്ടോ, എവിടെയാണ് എൻ്റെ ശിക്ഷ എന്നും പറഞ്ഞ് നബിയോട് ധൃതി കൂട്ടുന്നതാണ്. വയസ്തഅ്ജിലൂനക, അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിൽ അദാബി, ശിക്ഷയും കൊണ്ട്. അതായത് ശിക്ഷ വരണം, ശിക്ഷ നീ ഇറക്കിക്കൊണ്ടോ എന്നും പറഞ്ഞ് ധൃതി കൂട്ടുന്നു. വലൗലാ അജലും മുസമ്മ, വലൗലാ അജലുൻ, ഒരു അജലില്ലായിരുന്നുവെങ്കിൽ, അവധിയില്ലായിരുന്നുവെങ്കിൽ, മുസമ്മൻ, നിശ്ചയിക്കപ്പെട്ട, മുസമ്മ സമ്മ എന്ന് പറഞ്ഞാൽ പേര് വെച്ചു എന്ന, പേര് വിളിച്ച അവധി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായി നിശ്ചയിക്കപ്പെട്ട അവധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ലജാഅഹുമുൽ അദാബു, അവർക്ക് ശിക്ഷ വരുമായിരുന്നു. അപ്പം മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോൾ എന്താ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടാത്തത്, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ശിക്ഷ കിട്ടാത്തത് എന്നാണ് അവർ, നമ്മൾക്കൊക്കെ ഉള്ളൊരു ധാരണ അങ്ങനെ തന്നെയാണ്. പല ആളുകൾക്കും ഞാൻ ഇത്രയും കാലം ഇങ്ങനെ തോന്നിവാസിയായി ജീവിച്ചിട്ട് നിങ്ങൾ ഈ നിസ്കരിച്ച് നോമ്പും നോറ്റ് നടക്കുന്ന നിങ്ങളെക്കാളൊക്കെ ഉഷാറായി ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് ചില മനുഷ്യന്മാരുടെ ഒരു ധാരണ. ഓലക്കാളും ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ എനിക്കെന്താ പറ്റിയത്? ഓലൊക്കെ വലിയ മുത്തഖീങ്ങളായി നടന്നിട്ട് ഓലക്കെന്താ കിട്ടിയത്? അതാണ്. അതിൽ നമ്മൾ വഞ്ചിതരാവരുത്. എനിക്കെന്താ അള്ളാഹ് ശിക്ഷ ഇറക്കി തരാത്തത്? ഞാൻ ഇതൊക്കെ അള്ളാഹിനെ നിഷേധിച്ചു, മുസ്ലിമീങ്ങളെയും ഖുർആനൊക്കെ നിഷേധിച്ചിട്ട്, അങ്ങനെയൊക്കെയാണ് പല ആളുകളുടെയും ചിന്താഗതി. ഞാൻ ഈ ഖുർആനെ തള്ളി പറയുന്നു, ഖുർആനെ പരിഹസിക്കുന്നു, അള്ളാഹിനെ പരിഹസിക്കുന്നു, മുഹമ്മദ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായി മുഹമ്മദ് നബിയെ പറ്റി പറയുന്നു. എന്നിട്ട് എനിക്കെന്തേ ഇതുവരെ പറ്റി? ഒന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെറുതെയാണ്. അങ്ങനെയല്ല, അതല്ല. അള്ളാഹുവിന് ഓരോന്നിനും ഓരോരോ നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിനനുസരിച്ചേ ശിക്ഷയും രക്ഷയും വരുള്ളൂ. ആ നിശ്ചയം കുറേ കാലം അതിനനുസരിച്ച് അള്ളാഹു മൂസാ നബിയെ ഉപദ്രവിച്ച ഫിറഔനെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശിക്ഷിച്ചത്? ഓരോ നബിമാരെയും ഉപദ്രവിക്കുന്ന ഓരോ നബി, അപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമിനെ കൊന്നവരാണ്. ഓല അള്ളാഹു തആല കൊല്ലുന്നതിന് മുമ്പ് ശിക്ഷിച്ചിട്ടില്ലല്ലോ. യഹ്യാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി രാജാവും അനുയായികളും വന്നിട്ട് യഹ്യാ നബി കൊല്ലപ്പെട്ടു എന്നല്ലാതെ ഓൽക്ക് അള്ളാഹ് ശിക്ഷ കൊടുത്തിട്ടില്ല.
അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ചില ആളുകൾക്ക് ശിക്ഷ കൊടുത്തിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അജലും മുസമ്മ, ഒരു നിശ്ചിതമായ അവധിയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നല്ലദീന കദ്ദബൂ ബി ആയാത്തിന സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കള്ളമാക്കുന്ന ആളുകളെ സനസ്തദ്രിജുഹും, അവരെ നാം പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകും. മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത നിലക്ക്. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ ശിക്ഷ ഇങ്ങനെ അള്ളാഹു തആല നീട്ടി കൊടുത്ത് അവസാനം അള്ളാഹു അവരെ പിടികൂടും. നബി പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅയ്തൽ അബ്ദ, നീ ഒരു മനുഷ്യനെ കാണുകയാണെങ്കിൽ, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയ. അതാണ് ഇദാ റഅയ്ത അല്ലാഹ, അള്ളാഹു ഒരു അടിമക്ക് ദുന്യാവിലെ സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്നതായി നീ കണ്ടാൽ, അള്ളാഹു ഒരു അടിമക്ക് ദുന്യാവിലെ സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്നതായി കണ്ടാൽ, മാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു തആല ഒരാൾക്ക് കൊടുക്കുന്നു. എന്നാലോ വഹുവ മുഖീമുൻ അലാ മഅസിഹി, അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിലനിൽക്കുക തന്നെയാണ്. അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. എന്നിട്ടും അവൻ ഇഷ്ടപ്പെടുന്നതെല്ലാം അള്ളാഹു തആല സുഖങ്ങളും സൗകര്യങ്ങളും കൊടുക്കുന്നതായി നീ കണ്ടാൽ, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജുൻ, അവനിങ്ങനെ അയച്ചിട്ട് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി എന്ന്. അപ്പം നമ്മൾക്കുള്ള ദുർബല മനുഷ്യന്മാർ, ഞാൻ ഇത്രയൊക്കെ ജീവിച്ചിട്ടും നന്നായി ജീവിച്ചിട്ടും ഞാൻ ഇന്നും പട്ടിണിയും കഷ്ടപ്പാടും രോഗവും ബുദ്ധിമുട്ടിലുമാണ്, ഓലൊക്കെ പഠിച്ചവനെ എതിർത്ത് ഓൽക്ക് എല്ലാ ധിക്കാരും കാണിച്ചിട്ടും അവർക്ക് സുഖമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അയച്ചിട്ട് കൊടുക്കുകയാണ്. അള്ളാഹു തആല അങ്ങനെ അയച്ചിട്ട് കൊടുത്തിട്ട് അള്ളാഹു കൊണ്ട് പിടിക്കും. ഫലമ്മാ നസൂ, ഖുർആനിലുള്ള ഈ ആയത്ത് നബി പിന്നീട് ഓതിയെന്ന ഈ കാര്യം പറഞ്ഞിട്ട്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യം അവർ മറന്നു കഴിഞ്ഞപ്പോൾ, ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു, അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും കവാടങ്ങൾ ഞാൻ അവർക്ക് തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ അവർ സന്തുഷ്ടരായപ്പോൾ, അഖദ്നാഹും ബഗ്തതൻ, അവരെ നാം പെട്ടെന്ന് പിടികൂടി, ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോഴതാ അവർ നിരാശരാകുന്നു. അപ്പോൾ അല്ലാഹു തആല നമുക്ക് സുഖസൗകര്യങ്ങൾ തുറന്നു തന്നിട്ടുണ്ട് എന്നത് നമ്മൾ നല്ല വഴിക്കാണ് എന്നുള്ളതിൻ്റെ തെളിവല്ല. അള്ളാഹു നമുക്ക് ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നുണ്ട് എന്നത് നമ്മൾ പാപത്തിൻ്റെ വഴിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ തെറ്റിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിനും തെളിവല്ല. അതൊക്കെ പരീക്ഷണങ്ങളാണ്. അപ്പം ഇതാണ് അള്ളാഹു അവരോട് പറയുന്നത്, ഇതാണ് വലൗല അജലും മുസമ്മ വയസ്താജിലൂനക ബിൽ അദാബി, ഞങ്ങൾക്കെന്താണ് ഈ ശിക്ഷ തരാത്തത് എന്ന് അവർ, നിങ്ങൾ അദാബ് കൊണ്ട് അവർ ധൃതി കൂട്ടുന്നു. വലൗല അജലും മുസമ്മ, എന്നാലൊരു നിശ്ചയിക്കപ്പെട്ട അവധി ഇല്ലായിരുന്നുവെങ്കിൽ, ലജാഅഹുമുൽ അദാബ്, അവർക്ക് അദാബ് വരുമായിരുന്നു. വലയഅ്തിയന്നഹും ബഗ്ത, തീർച്ചയായും ആ അദാബ് അവർക്ക് വരുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും പെട്ടെന്ന്, ബഗ്തത്തൻ എന്ന് പറഞ്ഞാൽ പെടുന്ന, ഫുജ്അത്തൻ, പെട്ടെന്ന് അവർക്ക് അദാബ് വരും. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത നിലക്ക് അവർ അദാബ് വരും. അപ്പം അല്ലാഹു തആല മനുഷ്യന്മാർ മഅസിയത്ത് ചെയ്താൽ നമ്മൾ അദാബാണ് എന്നറിയാത്ത വിധത്തിൽ ഏതെങ്കിലും അദാബ് അല്ലാഹു തആല നമുക്ക് നൽകും എന്നുകൂടി ഇതിൽ സൂചനയുണ്ട്. നമ്മളറിയില്ല നമുക്ക് അദാബാണ്. നമ്മൾ പണ്ടുള്ളവർക്ക് അദാബ് ഇറങ്ങിയതിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ വായിച്ചു. നമുക്ക് അല്ലാഹു തആല അദാബ് വരുന്നത് എന്താണെന്ന് നമുക്കറിയാത്ത വിധത്തിൽ പെട്ടെന്ന് അല്ലാഹു തആല നമുക്ക് അദാബ് തരും. അതുകൊണ്ട് ധൃതി കൂട്ടരുത്. യസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവർ അദാബ് കൊണ്ട് ധൃതി കൂട്ടുക തന്നെയാണ്. അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ബിൽ അദാബി, ശിക്ഷ കൊണ്ട്. നേരത്തെ പറഞ്ഞ അതേ വാക്ക് തന്നെ, അത് മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് എല്ലാ കാലത്തും. വ ഇന്ന ജഹന്നമ, എന്നാൽ ജഹന്നം, നരകം, നരകത്തിൻ്റെ പേരാണ് ജഹന്നം, ലമുഹീതത്തുൻ ബിൽ കാഫിരീൻ, അത് നിഷേധികളെ ചുറ്റി നിൽക്കുകയാണ്. അവരുടെ ചുറ്റുഭാഗത്തും ജഹന്നമുണ്ട്. അതിൻ്റെ നടുക്കൽ നിന്നിട്ടാണ് അദാബ് കൊണ്ടോ എന്നും പറഞ്ഞ് സുഖഭോഗങ്ങളും ആർഭാടവും അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നത്. അവരുടെ ചുറ്റും നരകം, ലമുഹീതത്തും ബിൽ കാഫിരീൻ, നിഷേധികളായ ആളുകളെ നരകം
ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. മുഹയ്യത്തത്ത് എന്ന് പറഞ്ഞാൽ അഹാത്ത, ചുറ്റീന്ന്. അവരുടെ ചുറ്റുഭാഗത്തും, നിഷേധികളുടെ ചുറ്റുഭാഗത്തും നരകമുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. യൗമ യഗ്ഷാഹും, അവരെ മൂടുന്ന ദിവസം. ഗൊസിയ യഗ്ഷ എന്ന് പറഞ്ഞാൽ മൂടി, നഗിഷ എന്ന് പറഞ്ഞാൽ പുതപ്പ് എന്നാണ്. ഗൊയിന് ഗിഷ, പുതപ്പ്. ഹൽ അതാക ഹദീസുൽ ഗാസിയ, എല്ലാ സുഖ സൗകര്യങ്ങളെയും മൂടുന്ന ദിവസത്തിനെ പറ്റിയുള്ള വർത്തമാനം, ഹദീസ്. അപ്പോൾ ഗാസിയത്ത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളാണ്, എല്ലാം മൂടിക്കളയുന്ന. അതാ ഗൊസിയ യഗ്ഷ, യൗമ യഗ്ഷാഹുമുൽ അദാബ്, അവരെ അദാബ് മൂടുന്ന ദിവസം. മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്ത് നിന്ന്. വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നും. എല്ലാ ഭാഗത്തു നിന്നും എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തു നിന്നും, അവിടുന്നും ഇവിടുന്നുമൊക്കെ അവർക്ക് അദാബ് അവരെ മൂടുന്ന ദിവസം. വയഖൂലു, അള്ളാഹു പറയുകയും ചെയ്യും, ദൂഖു, ദാഖ യദൂഖു, നിങ്ങൾ ആസ്വദിക്കുക, രുചിക്കുക. ദാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു, ദൗഖ് രുചി. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കും. ദൂഖു, നിങ്ങൾ രുചി നോക്കുക. മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ രുചി, അതിൻ്റെ യഥാർത്ഥ രുചി അത് നരകമായിരുന്നു അല്ലെങ്കിൽ സ്വർഗമായിരുന്നു. അത് നമുക്ക് രുചിക്കാൻ അല്ലാഹു തആല പരലോകത്ത് വെച്ച് തരും. അന്ന് പറയും അവരുടെ മുൻഭാഗത്തും, ഫൗഖിഹിം, മുകൾ ഭാഗത്ത് കൂടിയും, തഹ്തിഹിം, അവരുടെ താഴ്ഭാഗത്ത്, തഹ്തി അർജുലിഹിം, കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്നും മുകൾ ഭാഗത്ത് നിന്നും അദാബ് അവരെ മൂടുന്ന സമയത്ത് അല്ലാഹ് പറയും, ദൂഖൂ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, രുചിച്ചു കൊള്ളുക. യാ ഇബാദി. അപ്പോൾ ഇത് പരലോകത്തുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അള്ളാഹു നമ്മൾക്ക് ഇതൊക്കെ പറയുന്നത് എന്തിനാ പറഞ്ഞാൽ പരലോകത്ത് കൊണ്ടുപോയി കാണിച്ചു തരുമല്ലോ. അപ്പോൾ പരലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചുറ്റുഭാഗത്തും നരകം മൂടി ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ നടുക്ക് കടന്നിട്ട് കുറച്ചു കാലത്തെ ജീവിതം അങ്ങനെയൊന്നും നശിപ്പിക്കരുത്, മതിമറക്കരുത്. ചുറ്റും നരകമുണ്ട്. അതുകൊണ്ട് ഇത് കഴിച്ചിലാവണമെങ്കിൽ, രക്ഷപ്പെട്ട് ജീവിക്കണമെങ്കിൽ അള്ളാഹുവിങ്കലേക്ക് മടങ്ങണം. ശിക്ഷ കിട്ടാത്തത് എന്താണ് എന്നൊന്നും ധൃതി കൂട്ടണ്ട. ശിക്ഷ നിങ്ങൾക്ക് വരും. അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം അതിൻ്റെ ആ ക്രമത്തിൽ ഇങ്ങനെയാണ് വരിക. നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. ഒരാൾക്ക് ശിക്ഷ വിധിച്ചാൽ നാളെ തന്നെ അയാളെ ശിക്ഷിച്ച് കൊല്ലണമെന്നൊന്നുമില്ലല്ലോ. അതിന് ചില സമയവും സന്ദർഭങ്ങളും അതിൻ്റെ ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ശിക്ഷ കിട്ടൽ. അള്ളാഹുവും അങ്ങനെ ചില ഘട്ടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള ശിക്ഷയാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളീ വാസിയ, യാ ഇബാദിയല്ലദീന ആമനൂ, വിശ്വാസികളായ എൻ്റെ അടിമകളെ, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന ആമനു, വിശ്വസിച്ചിട്ടുള്ള എൻ്റെ അടിമകളെ, ഇന്ന അർളീ വാസിഅത്തുൻ, എൻ്റെ നാട്, എൻ്റെ ഭൂമി വിശാലമാണ്. ഫഇയ്യായ ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ഫഇയ്യായ, എന്നെ മാത്രം, ഫഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കണം. എൻ്റെ ഭൂമി വിശാലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും എങ്ങനെ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് ഇനി ഞാനായിട്ടൊരു തൗഹീദിലേക്ക് കടക്കാം. എല്ലാവരും ആ പരമ്പരാഗതമായി ജീവിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു തൗഹീദിലായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ എങ്ങനെ, അത് കഴിയൂല. അല്ലെങ്കിൽ എൻ്റെ ചങ്ങാതിമാരൊക്കെ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നുണ്ട്. ഇനി ഞാനായിട്ട് എങ്ങനെ ഇത് ജീവിക്കുക? അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ, നമ്മളെ നാട്ടിലെപ്പത്തെ അവസ്ഥ, നമ്മളെ നാട്ടിലെ സാഹചര്യം, ഇതൊക്കെ അതിനനുസരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പോകല്ലാതെ ഞാൻ എങ്ങനെ അള്ളാഹുവിങ്കലേക്ക് മാറി നിൽക്കാം, അത് നമ്മൾ വിചാരിക്കരുത്. അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്. നമുക്ക് എവിടേക്കും മാറി നിൽക്കാനും നമുക്ക് പോകാനും കഴിയും. ഹിജ്റ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കത്ത് ഇബാറത്തും ചെയ്ത് സ്വസ്ഥമായി മൂമിനായി ജീവിക്കാൻ പറ്റാതായപ്പോൾ മദീനയിലേക്ക് പോയി. അവിടെ സുഖമായി ഇബാറത്തും ചെയ്ത് കഴിഞ്ഞുകൂടാനും ദീന് ദഅവത്ത് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കിട്ടി. അന്ന് ഹിജ്റ നിർബന്ധമായിരുന്നു. എന്നാൽ മക്കാ ഫത്ഹിൻ്റെ ശേഷം നബി പറഞ്ഞു, ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹി, ഫത്ഹ് മക്കൻ്റെ ശേഷം ഇനി ഹിജ്റ വരണ്ട.
കാരണം മക്കത്ത് തന്നെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമായി. മക്ക ഇസ്ലാമിന് കീഴടങ്ങിയല്ലോ. മക്കത്ത് തന്നെ ഹിജറക്കുള്ള സൗകര്യമുണ്ട്. പിന്നെ നബി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇനിയുള്ള ഹിജറ എന്താണ്? വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വറസൂലുഹു. അള്ളാഹും റസൂലും ഹജറ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിട്ടുപോയി എന്നാണല്ലോ. മക്കത്തുനിന്ന് വിട്ട് മദീനത്തേക്ക് പോകുന്നതിന് ഹജറ എന്ന് പറയുന്നത്. അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് ഇനി മുഹാജിർ. ഇപ്പഞ്ഞുള്ള മുഹാജിർ അതാണ്. അപ്പോൾ നമുക്കൊക്കെ മുഹാജിറുകളാവാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തു നിന്ന് വേറെ എവിടേക്കെങ്കിലും യമനുക്ക് ഹിജറ പോകുമൊന്നും വേണ്ട. അതാ കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ജീവിക്കാൻ കഴിയൂല, ഹിജറ പോകണം, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, മറ്റോടത്ത് പോയി താമസിക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നമുക്ക് കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കാം. പക്ഷെ എന്ത് വേണം? തിന്മയിൽ നിന്ന് ഹിജറ പോകണം. ഇന്ന അർളി വാസിയ, ഭൂമി വിശാലമാണ്. ഇനി നമ്മളെ കുടുംബങ്ങളൊക്കെ തിന്മയിലും തോന്നിവാസത്തിലുമാണ് എന്ന് കരുതി നമ്മൾ അതിൽ തന്നെ കിടന്ന് കുടുങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ന് മാറി നിൽക്കാം. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടം വരുമ്പോൾ നമ്മൾ നഷ്ടം സഹിക്കണം, അത്രയേ ഉള്ളൂ. നാട്ടുകാരെല്ലാം ഇങ്ങനെയാണ്. ഇനി ഞാനായിട്ട് എങ്ങനെ ഒരു സത്യസന്ധനാവുക, അല്ലെങ്കിൽ ഒരു ഖുർആൻ പഠിച്ചുകൊണ്ടുള്ള ആളാവുക, അത് നമ്മൾ കാണേണ്ടതില്ല. ഇന്ന അർളി, അതാണ് യാ അയ്യുഹൽ, എന്നും വിശ്വാസിക്കുണ്ടാവേണ്ട ഒരു നിലപാടത്. ആളുകളുടെ ഒപ്പം ജീവിക്കുന്നവരാവരുത്. ലാ തകുൻ അഹദുക്കും ഇമ്മഅതൻ യഖൂലു ഇൻ അഹ്സനന്നാസു അഹ്സൻതു വഇൻ അസാഉ അസഅതു. നിങ്ങൾ ജനങ്ങളുടെ ഒപ്പം കൂടുന്ന ആളുകളാവരുത്. അതായത് നാട്ടിനനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ കമ്പനികൾക്കനുസരിച്ച് ഓൻ്റെ കൂട്ടുകമ്പനികൾ ആരാണോ അതിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ആവരുത്. യഖൂലു, അവൻ പറയും. അപ്പം അള്ളാഹു ഈ ഭൂമി വിശാലമാണ്. യാ ഇബാദി ഇന്ന അർളി വാസിയ ഫയ്യായ ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിച്ചോളി. ഭൂമി വിശാലമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നല്ലവരായി ജീവിക്കുന്നതിന് ഒന്നും തടസ്സമല്ല. അത് നമ്മൾക്ക് ആ നിലക്ക് ജീവിക്കാം. അതിനുള്ള റിസ്ക്കും അള്ളാഹ് തരും. നമുക്കതുകൊണ്ട് അന്നം മുട്ടിപ്പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിക്കണ്ട. അള്ളാഹു തആല നമ്മളെ രക്ഷിക്കുന്നു തന്നെയാണ് അടുത്ത ആയത്ത് പറയുന്നത്. അതാണ് യാ ഇബാദി അല്ലദീന ആമനു, വിശ്വാസികളായ എൻ്റെ അടിമകളെ, ഇന്ന അർളി വാസിയ, എൻ്റെ ഭൂമി വിശാലമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അന്നം മുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഇവിടെ പറ്റൂലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി. ഹിജ്റ പോകുക എന്ന് പറഞ്ഞല്ലോ, നാട് വിടണം എന്നില്ല. നേരെ മറിച്ച് അൽ ഹിജറത്തു മൻ ഹസറ മാ നഹല്ലാഹു അൻഹു വറസൂലു, അള്ളാഹും റസൂലും നമുക്ക് പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് പോകുക, അതാണ് ഹിജ്റ. അപ്പോൾ നമുക്കൊക്കെ മുഹാജിറുകളാവാം. ഒരു തെറ്റവിടെ ഉണ്ട്. അവിടെ പോയപ്പോൾ ഐ കൂടേണ്ടി വരും. എന്നാൽ വേണ്ട, ഐക്കാണ് പോകണ്ട. ഇപ്പുറത്ത് ഇന്ന കാര്യമാണ്, ഒരു കുടുംബത്തിൻ്റെ ഇതാണ്, അവിടെ പാട്ടും കൂത്തും ഒക്കെയാണ്. എന്നാൽ അതിന് പോകണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അതാണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അവിടെയൊക്കെ നമുക്ക് ഹിജ്റ ഉണ്ട്. ഓരോ സ്ഥലത്തും നമുക്ക് ഹിജ്റയുടെ സന്ദർഭങ്ങൾ, അവസരങ്ങളുണ്ട്. അവിടെ അങ്ങാ നിലക്കുള്ള ഒരു മാനസികമായ ഹിജ്റയാണ് നമുക്ക് വേണ്ടത്. തിന്മ വിരോധിക്കണം കൈകൊണ്ട് പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട്. ആളുകൾ ഈ ജാതി ഓരോരോ ന്യായം പറഞ്ഞിട്ടാണ് ഇങ്ങനെ നാട് വിടുക. ഒരു അവിശ്വാസികളുടെ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ നാട്ടിൽ പോകണമെന്നും പറഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അതിലൊക്കെ തെളിവ് ഇവർക്ക് ഓരോ പുതിയ തെളിവുകളുണ്ട് താനും. നമ്മൾക്ക് ഒരാൾക്കും ഒരു സ്ഥലത്തൊന്നും ഹിജ്റ പോകേണ്ടതില്ല. അതല്ലേ, നമുക്ക് കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ, ഒരു തെറ്റ് കൈകൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ തെറ്റ് തടയാം. ഇപ്പം നമ്മളെ മക്കളെ കാര്യത്തിലോ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് പാടില്ല, നോ എന്ന് പറയാലോ. അതല്ല, നമുക്ക് മറ്റു ജനങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, പാടില്ല എന്ന് നമുക്ക് നാവ് കൊണ്ട് പറയാം. നീ നാവ് കൊണ്ട് പറഞ്ഞിട്ടോ, അതായത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അത് തെറ്റാണ്. നീ നാവ് കൊണ്ടും അവന് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് നീക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ പിന്നെന്താ ചെയ്യുക? മനസ്സുകൊണ്ട് വെറുക്കണം. ഫബി കൽബി, മനസ്സുകൊണ്ടായിരിക്കണം നമ്മൾ
ആ തെറ്റിനെ തടയേണ്ടത്. അത് ഞാൻ അയക്കില്ല വദാലിക അദ്അഫുൽ ഈമാൻ. അപ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ ശക്തി കൊണ്ട് കഴിയില്ല, കൈ കൊണ്ട് കഴിയില്ല, പറഞ്ഞില്ലാതെയാക്കാൻ കഴിയില്ല. എങ്കിൽ മനസ്സുകൊണ്ട് നമ്മളതിനെ വെറുത്തിട്ട് അതിന് മാറിക്കണം. അതാണ് ഏറ്റവും വലിയ ഏറ്റവും ലൈഫായ ഈമാൻ എന്നാണ് പറഞ്ഞത്. ആ ആ ആ ഞങ്ങൾ പിന്നെ മലക്കുകൾ മരിക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഇവിടെ അതിപ്പോൾ പിന്നെ മുശ്രിക്കീങ്ങളുടെ കൂടെ ജീവിച്ച് അവരുടെ രീതി സ്വീകരിച്ച ആളുകൾ മരിപ്പിക്കുന്ന ആ ഒരു സന്ദർഭമാണ് പറയുന്നത്. മൊത്തമാണ് നിയമമെങ്കിലും അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങൾക്ക് ശിർക്ക് ചെയ്യാതെ ഇവരുടെ കൂടെ ജീവിക്കാനല്ലാതെ കഴിഞ്ഞില്ല. ഞങ്ങളിവിടെ ആകെ കൂടിയും ബുദ്ധിമുട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും അവരുടെ റൂഹ് പിടിക്കുമ്പോൾ, നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടിയതില്ല, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അലം തക്കുൻ അർളുല്ലാഹി വാസിയത്തും വതുഹാജിറുഫിയ, അള്ളാഹിൻ്റെ ഭൂമി വിശാലായിരുന്നില്ലേ, നിങ്ങൾക്ക് ഈ ശിർക്കും കുഫറും ചെയ്യുന്ന ആളുകളുടെ കൂടെ തന്നെ ജീവിച്ച് അത് തന്നെ ചെയ്യേണ്ടിയിരുന്നോ, ഇവിടുന്നാണ്ട് പോയിക്കൂടായിരുന്നോ എന്ന് മലക്കുകൾ പറയും. വളരെ വ്യക്തമാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ശിർക്കും കുഫറും ചെയ്യുന്ന ഒരു നാട്ടിൽ നിന്ന്, ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ശുദ്ധമായ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിൻ്റെ ഭരണം നിലനിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവിടെ ഉണ്ടാവും വല്ലതും മര്യാദക്ക്, നമുക്ക് വല്ല ഉറപ്പുണ്ട്. അതതിനേക്കാളും കണക്കിന് ലോകത്തൊക്കെ. പിന്നെ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ തിന്മയെ വെറുക്കുക, അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ നമ്മൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് ഇനി അടുത്ത ആയത്തും അതുതന്നെയാണ് പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതാ അതിൻ്റെ ബാക്കിയാണ്. ഫയ്യായ ഫഅ്ബുദൂൻ, എന്നെ മാത്രങ്ങൾ ആരാധിക്കുക. കാരണം കുല്ലു നഫ്സിൻ, എല്ലാ ഓരോരുത്തരും ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിക്കും. ദൂഖൂ എന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് കുല്ലു നഫ്സിൻ ദാഇഖ, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. അപ്പോൾ സുബ്മ ഇലൈനാ തുർജഊൻ, പിന്നെ നമ്മിലേക്ക്, ഇലൈന നമ്മിലേക്ക്, അല്ല പറയാ നമ്മിലേക്ക്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ നമ്മളിലെ അടുക്ക് മരിച്ചതിൻ്റെ ശേഷം മടക്കപ്പെടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവിടെ ഒറ്റക്കാണല്ലോ നമ്മളുണ്ടാവുക. അപ്പം ഞാൻ മക്കളെ കണ്ടിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി തിന്മ ചെയ്തില്ല, ഭാര്യയ്ക്ക് വേണ്ടി തിന്മ ചെയ്തില്ല, ഭർത്താവിന് വേണ്ടി തിന്മ ചെയ്തിട്ടില്ല, നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, പരിസരങ്ങളനുസരിച്ച് ജീവിച്ചിട്ടില്ല, ഇമ്മായത്തായിട്ടില്ല ഞാൻ. ഇമ്മായത്ത് എന്ന് പറഞ്ഞാൽ അതാ ഒപ്പം കൂടികൾ. യഖൂലീന അഹ്സനന്നാസു അഹ്സൻതു, ആളുകൾ നന്മ ചെയ്താൽ ഞാനും നന്മ ചെയ്യും. വൈൻ അസാഉ അസൈതു, ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും തെറ്റ് ചെയ്യും എന്ന ഒരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതാണ് ഇമ്മായത്ത് എന്ന് പറഞ്ഞത്, ജനങ്ങളുടെ കൂടെ കൂടുന്ന ആളുകൾ. വലാക്കിൻ വത്തിനു അംഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തണം. അതായത് ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. അതാണ് വത്തന എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കണം. എന്താണ് നിലപാട്? ഇൻ അഹ്സനന്നാസു അഹ്സൻതു, ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും നന്മ ചെയ്യും. വൈൻ അസാഉ, ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ അഹ്സൻതു, ഞാൻ നന്മ ചെയ്യും, ഓലപ്പം കൂടൂല. അപ്പം നന്മയിൽ ജനങ്ങളോടൊപ്പം കൂടുക, തിന്മയിൽ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് കൃത്യമായ നിലപാട്. ആ നിലപാടിൽ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തണം. ആളുകളുടെ കൂടെ പോകരുത് എന്ന് തന്നെയാണ് ഖുർആൻ നബി നമ്മളെ പഠിപ്പിച്ചത്. അതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കും. സുമ്മ ഇലൈനാ തുർജഊൻ, പിന്നെ നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ അതിന് മറുപടി നമ്മളോട് പറയേണ്ടി വരും. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ലനുബവ്വി അന്നഹും, അവരെ നാം താമസിപ്പിക്കും. ബവ്വ, താമസിപ്പിച്ചു, താമസം നൽകി. ബവ്വ മുബവ്വ എന്ന് പറഞ്ഞാൽ ഇടം നൽകി. ലനുബവ്വി അന്നഹും മിനൽ ജന്നത്തി, സ്വർഗത്തിൽ അവർക്ക് നാം ഇടം നൽകും. ഉറഫൻ, മാളികകൾ. ഉറഫത്ത് മാളിക, മുറി, സൂട്ട്, അതിനൊക്കെ ഉറഫ് എന്നാണ് പറയുക. സൂട്ടുകൾ അറിയുന്ന അതാണ് ഉറഫൻ. മാളികകളിൽ, സ്വർഗത്തിൻ്റെ മാളികകളിൽ അവർക്ക് നാം ഇടം നൽകും. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അണ്ടില്ല അവിടെ. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ആരോ അവർ. അപ്പം ജനങ്ങൾ ആ
ഒരു സമൂഹത്തിനെ അല്ല അള്ളാഹു തആല നോക്കുന്നത് ഈ കാര്യത്തിൽ. ആര് നന്മ ചെയ്തോ അവന് അതിൻ്റെ കാര്യം കിട്ടും എന്ന. ലനുബവ്വി അന്നഹും മിനൽ ജന്നത്തി ഖുറഫൻ, സ്വർഗത്തിൽ അവർക്ക് നാം മാളികകളിൽ ഇടം നൽകും, താമസ ഇടം നൽകും. തജ്രീമിൻ തഹ്തി അൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫിഹ, അവർ അതിൽ ശാശ്വതന്മാരാണ്. നിഅമ അജ്റുൽ ആമിലീൻ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്രയോ നല്ലതാണ്. ആമിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും. അൽ ആമിൽ, ഇപ്പറഞ്ഞ രൂപത്തിൽ അമൽ ചെയ്യുന്നവർ. നിഅമ അജ്റുൽ ആമിലീൻ, ഈ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതിഫലം വളരെ നല്ലതാണ്. അല്ലദീന സബറു, ആരാണ് ഇങ്ങനെ അമൽ ചെയ്തവർ? അല്ലദീന സബറു, അതിജീവിച്ചവർ, ക്ഷമിക്കുന്നവർ. ക്ഷമ എന്ന് പറഞ്ഞാൽ അതിജീവനം എന്നാണ് അതിൻ്റെ ആശയാർത്ഥം. അതായത് ആരെങ്കിലും ദുഃഖമുണ്ടായി, രോഗമുണ്ടായാൽ കരയാതിരിക്കുക, ദുഃഖിക്കാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കൽ മാത്രമല്ല സബർ. തിന്മയെ അതിജീവിക്കുക. എത്ര വലിയ തിന്മ വന്നാലും എനിക്കത് വേണ്ട, ഞാൻ അതിൻ്റെ എൻ്റെ നിലപാടിൽ, സത്യനിലപാടിൽ ഉറച്ചു നിന്ന് തിന്മയെ അതിജീവിക്കുന്നവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിന്മേൽ ഭരമേൽപ്പിക്കുന്നവരും. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായാലും അത് പടച്ചോൻ എന്നെ രക്ഷിക്കും, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാ തിന്മയിൽ നിന്നും മാറി അതിനെ അതിജീവിച്ച് ജീവിക്കുന്ന, അങ്ങനെ അമൽ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മടക്കപ്പെടും, നിങ്ങൾ മരിച്ചു വരും. അതുകൊണ്ട് ആളുകൾ ചെയ്യുന്ന ആ ചെയ്തികളിലേക്ക് നിങ്ങൾ പോകണ്ട. ഭൂമി വിശാലമാണ്. എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കുക, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഈ വചനത്തിൽ കൂടി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.